ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പം ചെടികൾ എന്ന് പറയുകയാണെങ്കിൽ കുറേ ഒന്നുമില്ല. ഇതുപോലെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചെടികളെടുത്ത് വെള്ളത്തിട്ട് വെക്കും. പിന്നെ മണ്ണൊക്കെ കുഴിക്കുന്ന സമയം ആ മണ്ണിട്ട് ചെടി നടന്നു. അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെടി നടൽ. അപ്പോൾ ഈ ചെടിച്ചട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഇത് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ, ഈ റോസക്കമ്പുകൾ വെള്ളത്തിട്ടിട്ട് മണ്ണിലേക്ക് അലോവേറ ജെല്ലുമ്മ മുക്കിയിട്ട് വേര് പിടിപ്പിക്കുന്നത്. സത്യത്തിൽ ഗൈസ് ഇത് മാത്രം വർക്കായില്ല. ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കൊമ്പടിച്ച് അലോവേറ ജെല്ലിൽ മുക്കി കുത്തുവാണ് പിടിക്കുന്നതാണ്. പക്ഷേ ഇതെന്താ വീഡിയോ എടുത്തോണ്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതെന്തായാലും പിടിച്ചെട്ടിയിട്ടില്ല, മൊത്തം ഉണങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 ചെടിച്ചട്ടികളായിട്ടായിരുന്നു കേട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ 3 നട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മണ്ണെടുത്ത് ഞാനിതിൽ കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൊട്ടയിലേക്ക്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ചുകൂടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചാണകപ്പൊടികളോട് ഞാൻ ഇട്ടിട്ട് മിക്സ് ചെയ്ത് പിന്നെ എന്തൊക്കെയൊക്കെയോ പൊടികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗൈസ് നടാൻ വെച്ച ചെടികളിൽ ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടല്ലേ, നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഏത് ഫ്ലവർ ഓർമ്മ വന്ന്? എനിക്ക് ഏതായിട്ട് അറിയോ തോന്നിയത് ഈ ജിപ്സി ഫ്ലവേഴ്സ് ഇല്ലേ, അതായത് ഈ ബൊക്കേസ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അതേനെ തോന്നുന്നു അതിൻ്റെ പേര്. എനിക്കത് അതായത് എനിക്ക് ഈ ഒരു ചെടി കണ്ടപ്പോൾ കറക്റ്റ് അതുപോലെ തോന്നിയേ. അപ്പം ഞാനത് വയലിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ. അവിടെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം എനിക്കിത് കണ്ടപ്പോൾ അതുപോലെ തോന്നിയപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി കണ്ടില്ലേ, ഇത് സാധാ ചെമ്പരത്തി അല്ല, അതുകൂടി നടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഇച്ചിരി മണ്ണൊക്കെ കൊടുത്ത് ബൂഷ്ടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി, പിന്നെ ഇതായിരുന്നു ഇനിയാണ് നമ്മുടെ ഈ ജിപ്സി ഫ്ലവേഴ്സ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് അതുപോലെ തോന്നിയെന്നുള്ള എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും ആ സാധനമല്ല, എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ പേരിട്ടു, അത്ര തന്നെ.